നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം വിവിധ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃശൂർ കോർപ്പറേഷൻ വിദ്യാശ്രീ 2026 വിദ്യാഭ്യാസ അവാർഡ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചുവന്ന വായനാ മാസാചരണം സമാപിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മണിത്തറ ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. നിഷ്കളങ്കമായ ചിരി മാഞ്ഞിട്ട് ജൂലൈ 18-ന് 3 വർഷം. കുഞ്ഞുഞ്ഞില്ലാത്ത 3 വർഷം. സ്നേഹവും കാരുണ്യവും കൊണ്ട് ലോകം കീഴടക്കിയ കിരീടവും ചെങ്കോലുമില്ലാത്ത ഒരേയൊരു രാജാവ് ഓർമ്മകളിലെന്നും ഉമ്മൻചാണ്ടി സർ. തൃശൂർ കോർപ്പറേഷൻ വിദ്യാശ്രീ 2026 വിദ്യാഭ്യാസ അവാർഡ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. യുവജന കായിക കാര്യവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് മുഖ്യാതിഥിയായിരുന്നു. MLA രാജൻ ജെ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് എന്നിവർ വിശിഷ്ടാതിഥികളായി. വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ സ്വാഗതം ആശംസിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വില്ലി ജിജോ, ജേക്കബ് പുരുക്കോട്ടിൽ, TR സന്തോഷ്, ഷീന ചന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ, വിവിധ ഡിവിഷനുകളിൽ നിന്നുള്ള കൌൺസിലർമാർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു. കോർപ്പറേഷൻ സെക്രട്ടറി ഷിബു VP നന്ദി അറിയിച്ചു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചുവന്ന വായനാ മാസാചരണം സമാപിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട എഴുത്തുകാരെ പങ്കെടുപ്പിച്ച് നടത്തിയ പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി, ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ഗാന്ധിയനും എഴുത്തുകാരനുമായ M പീതാംബരൻ, സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ്, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ അഞ്ജു KG, PTA, MPTA, SMC അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വായന നൽകുന്ന വ്യത്യസ്തതയാർന്ന അനുഭവങ്ങളും അറിവുകളും കുട്ടികൾക്ക് പങ്കുവച്ചു. പഞ്ചായത്ത് പരിധിയിലെ എഴുത്തുകാരായ ശ്രീ ഷോപ്പ്, സതീഷ് മരോട്ടിച്ചാൽ, ജെയിൻ വാരിയർ, മഞ്ജു പുത്തൻകാട് എന്നിവർ തങ്ങളുടെ പ്രസിദ്ധീകരിച്ച കൃതികൾ വിദ്യാലയ ലൈബ്രറിയിലേക്ക് കൈമാറി. ബഷീറും ബഷീറിന്റെ കഥാപാത്രങ്ങളും മണ്ണാങ്കട്ടയും കരിയിലയും എന്ന മുത്തശ്ശി കഥയുടെ നൃത്താവതരണവും ഉണ്ടായിരുന്നു. ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും അദ്ദേഹം വന്നു. അദ്ദേഹം നമ്മുടെ ഡയറിയിൽ ധാരാളമായിട്ട് എഴുതി ആശംസകളും പ്രോത്സാഹനങ്ങളും ഒക്കെ തരും ചെയ്തു പണിക്കർ സാർ. അപ്പൊ പണിക്കർ സാറിന്റെ ഓർമ്മ നിലനിർത്താൻ കേരളത്തിൽ മുഴുവൻ നടന്ന് ഗ്രന്ഥശാലയെയും വായനശാലയെയും വായനയെയും പ്രോത്സാഹിപ്പിച്ച മഹാനാണ് PN പണിക്കർ സാർ. ഒരു അധ്യാപകനായിരുന്നു. പണിക്കർ സാർ ആരായിരുന്നു? അധ്യാപകനായിരുന്നു. അപ്പൊ ആ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം വർഷകാലത്ത്
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മണലിത്ര ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു. ട്രസ്റ്റ് ചെയർമാൻ ജോഫി ചെറിയത്തിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. മുൻ മെമ്പർ AR കൃഷ്ണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, PT മണികണ്ഠൻ, TA ശങ്കരൻ, TN സതീഷ് എന്നിവർ നേതൃത്വം നൽകി. PNNM ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും റാണി മേനോൻ മാക്സ് വിഷൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അപ്പം നിരവധിയായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞൊരു മുഖ്യമന്ത്രി, എല്ലാവർക്കും പ്രാപ്യമായ ഒരു ജനകീയനായ നേതാവ് എന്ന നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തിൽ തന്നെ ഇതുപോലെയുള്ള ആയുർവേദ ക്യാമ്പും അതോടൊപ്പം തന്നെ കണ്ണുപരിശോധനയും നടക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രിയങ്കരനായ GG സാർ, അദ്ദേഹം PNMM ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രിൻസിപ്പാളാണ്. ഒരു വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു മലയോര ഗ്രാമത്തിൽ, ഇങ്ങനെ ഒരു പഞ്ചായത്തിൽ അദ്ദേഹം കടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സൗകര്യങ്ങളും മെമ്പറെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം ഇവിടെ ഡോക്ടർമാർ വരുന്ന നിങ്ങൾക്ക് ചെയ്തു തരും. അതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ, അതുമാതിരി തന്നെ മാക്സ് വിഷൻ റാണി മേനോൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കിങ് വന്ന ഒട്ടനവധി പേരുണ്ട്. അതിലുപരി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഉമ്മൻചാണ്ടി ട്രസ്റ്റിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നതിന്റെ മാതൃകയാണ് ഉമ്മൻചാണ്ടിയെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ ചേർത്ത് നിർത്തി അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്ത ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പ്രവർത്തന രംഗത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾക്ക് പ്രശസ്തിയും അംഗീകാരവും താൽപര്യമില്ലാതിരുന്ന ഉമ്മൻചാണ്ടി ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ നന്മ ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥ പൊതുപ്രവർത്തനമെന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായിരുന്നുവെന്ന് അനിൽകുമാർ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ അധ്യക്ഷനായി. നേതാക്കളായ രാജൻ പല്ലൻ MLA, O അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, അനിൽ അക്കര, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, KV ദാസൻ, KB ശശികുമാർ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയേൽ, രാജേന്ദ്രൻ അരങ്ങത്ത്, IP പോൾ, CO ജേക്കബ്, KK ബാബു, KB ജയറാം എന്നിവർ പ്രസംഗിച്ചു. അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി DCC ആസ്ഥാനത്ത് ഒരുക്കിയ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ യോഗം DCC സെക്രട്ടറി ML ബേബി ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷനായി. KPCC മെമ്പർ ലീലാമ്മ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ MU മുത്തു, ചാക്കുണ്ണി, PU ചന്ദ്രശേഖരൻ, MG രാജൻ എന്നിവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടി ഈ രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ വികാരമാണ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ ഒരു ജനനേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമാണ് ഉമ്മൻചാണ്ടി സാർ. മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് DYFI പ്രവർത്തകർ കല്ലെടുത്തെറിഞ്ഞപ്പോൾ ചോരപ്പാടുകളുമായി കത്തിൻ്റെ കോള് കാണിച്ച് ഇതിനെതിരെ ആരും പ്രതികരിക്കരുത്, ഈ വേദന താൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ പേരിൽ ഒരു ഹർത്താലോ പ്രതിഷേധ പ്രകടനങ്ങളോ നടത്തരുത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ ധീരത കാണിച്ചിരുന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ ഞാനിന്നും ഓർക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കൈപിടിച്ച് ഒരു അച്ഛൻ കിലോമീറ്ററുകളോളം അദ്ദേഹത്തിൻ്റെ ചേതനേറ്റ ശരീരം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തെരുവിൽ കൂടി ഓടിയ ഒരു തിരുവനന്തപുരത്ത് നിന്ന് MC റോഡ് വഴി കോട്ടയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര 2 മണിക്കൂറിനകം കടന്നു പറഞ്ഞുകൊണ്ട് ആരംഭിച്ച യാത്ര ഒരു ദിവസം 1.5 ദിവസം കഴിഞ്ഞിട്ടാണ്
കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ഭാരവാഹികളായ NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, A ബഷീർ, CO അലോഷ്യസ്, ഷഹന നൌഷാദ്, CP ജോസഫ് എന്നിവർ സംസാരിച്ചു. KC സെബാസ്റ്റ്യൻ, ദീപ സന്തോഷ്, ആൽബിൻ പാണങ്ങാടൻ, AB സഞ്ജയ്, SA ബഷീർ, PT ജോൺസൺ, PA തോമസ്, PK അൽഫോൻസ, V ഭദ്ര തുടങ്ങിയവരും അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ 3ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചിട്ട് ഇന്ന് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വികസന കുതിപ്പ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, അതുപോലെ ഗോശ്രീ പാലം, കണ്ണൂർ വിമാനത്താവളം, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാനായ ജനപ്രതിനിധിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് ലോകരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിക്കുകയും അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്ത ബഹുമാന്യനായിരുന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രിയങ്കരനായ ജനപ്രിയ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന്റെ സ്മരണകൾ കേരളത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ ഈ 3ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3ാമത് ഉമ്മൻചാണ്ടി സ്മൃതി ദിനാചരണം സംഘടിപ്പിച്ചു. രാജീവ് ഭവനിൽ നടന്ന ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ് ഛായാചിത്രത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജനകീയതയുടെയും കാരുണ്യത്തിന്റെയും പര്യായമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാണെന്നും അദ്ദേഹത്തിന്റെ സദ്വചനങ്ങളും ആശയങ്ങളും എക്കാലത്തും സമൂഹത്തിന് വഴികാട്ടിയായിരിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KC അഭിലാഷ് അനുസ്മരിച്ചു. മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷനായി. ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ അവശേഷിപ്പിച്ചുപോയ സ്നേഹത്തിന്റെയും ലളിത ജീവിതത്തിന്റെയും വലിയ ഓർമ്മകളെ KP ചാക്കോച്ചൻ അധ്യക്ഷ പ്രസംഗത്തിൽ എടുത്തുപറഞ്ഞു. ഭാസ്കരൻ ആദംകാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ ജനക്ഷേമ പദ്ധതികളെയും സമാനതകളില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ, INTUC ജില്ലാ സെക്രട്ടറി ബാബു തോമസ്, ഷിബു പോൾ, ബാബു പാണാങ്കുടി, KM പൌലോസ്, ഫസീല നിഷാദ്, ജോർജ് M വർഗീസ്, ജോൺ TV, ജോയ്മോൻ ഫിലിപ്പ്, ഷൈജു കുര്യൻ, മൊയ്തീൻകുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളും മണ്ഡലം ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ സ്മൃതി ദിനാചരണ ചടങ്ങിൽ പങ്കെടുത്തു.
ഭൂരഹിതരില്ലാത്ത കേരളം എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ 3.5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഭൂമി നൽകുന്നതിന്, വീട് നൽകുന്നതിന് നേതൃത്വം നൽകിയത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ചുവപ്പ് നാട എടുത്ത് അറബിൽ കടയിൽ കളയൂ എന്നുള്ള മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ ഫയലുകളും പരിശോധിച്ചുകൊണ്ട് ഒരു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി, ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി ജനസമ്പർക്ക പരിപാടിക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എല്ലാ ജില്ലയിലേക്കും കടന്നു വന്നുകൊണ്ട് ആ ജില്ലയിലെ പരാതിക്കാരായ മുഴുവൻ ആളുകളെ കാണാൻ തീരുമാനമെടുക്കുന്നു. അത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിലായാലും പാലക്കാട് കോട്ട മൈതാനത്തിലായാലും വ്യത്യസ്തമായ നമ്മുടെ ജില്ലകളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കടന്നു വന്നുകൊണ്ട് രാവിലെ 9 മണിക്ക് ആരംഭിച്ച് പിറ്റേ ദിവസം പുലർച്ചെ 3 മണിക്കും തന്നെ കാണാൻ വരുന്ന പരാതിക്കാരെ നേരിൽ കണ്ട് അവരുടെ പരാതി കയ്യിൽ സ്വീകരിച്ചുകൊണ്ട് ആ പരാതിക്ക് ആ വേദിയിൽ വെച്ച് തീർപ്പ് കൽപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടി, ലക്ഷക്കണക്കിന് കേരളത്തിലെ കെട്ടിക്കിടന്ന ഫയലുകൾ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അത് UN ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അനുമോദിച്ചത്, അംഗീകാരം നൽകിയത് ഒക്കെ നമ്മൾ കണ്ടതാണ്. മാടക്കത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊങ്ങണംകാട്ടിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S അജി ഉദ്ഘാടനം ചെയ്തു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത്, KS ചന്ദ്രാനന്ദൻ, NS നൌഷാദ് മാസ്റ്റർ, KS സുധീർ, അജീഷ് മടത്തുംപടി എന്നിവർ പ്രസംഗിച്ചു. ഭൂമി തരം മാറ്റവും പട്ടയ വിതരണവും സുഗമമാക്കാൻ ആവശ്യമെങ്കിൽ ചട്ടഭേദഗതിയെന്ന മന്ത്രി AP അനിൽകുമാർ റവന്യൂ വകുപ്പ് ജില്ലാതല അവലോകന യോഗം ചേർന്നു. റവന്യൂ വകുപ്പ് ജില്ലാതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല നിയമങ്ങളും നടപ്പിലാക്കുമ്പോഴാണ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുക. ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ ഭേദഗതികളും പ്രത്യേക ഉത്തരവുകളും ആവശ്യമായി വരും. 14 ജില്ലകളിലും അവലോകന യോഗങ്ങൾ പൂർത്തിയായ ശേഷം ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളും നിയമ ഭേദഗതികളും പരിശോധിച്ച് സർക്കാർ ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ നടപടി സ്വീകരിക്കും. ഏറ്റവും കൂടുതൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതും റവന്യൂ വകുപ്പാണ്. നാട്ടിലുണ്ടാകുന്ന ഏത് കാര്യത്തിനും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം അനിവാര്യമാണ്. ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരാണ്. എല്ലാ അപേക്ഷകളിലും അനുകൂലമായ തീർപ്പുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഓഫീസുകളിൽ എത്തുന്ന ജനങ്ങളെ ക്ഷമയോടെ കേൾക്കാനും സമാശ്വസിപ്പിക്കാനും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സമീപനമുണ്ടാകണം. പരമാവധി വേഗത്തിലും സുതാര്യമായും ഫയലുകൾക്ക് തീർപ്പ് കൽപ്പിക്കണം. തീരദേശവാസികൾ, ആദിവാസികൾ, SC കോളനി നിവാസികൾ തുടങ്ങിയ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് വേഗത്തിൽ പരിഹാരം കണ്ടെത്തണം. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 25,000-ലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കും. സർവേയർമാരുടെ കുറവ് പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ നടപടിയുണ്ടാകും. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 200 പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ് ജില്ലയിലെ ലക്ഷ്യം. പട്ടയങ്ങൾ അനുവദിക്കുന്നതിന്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കണമെന്ന് സ്പെഷ്യൽ സെക്രട്ടറി K ജീവൻ ബാബു നിർദ്ദേശം നൽകി. ലക്ഷ്യത്തിനപ്പുറം പട്ടയങ്ങൾ വിതരണം ചെയ്യാനാകുമെന്ന് കളക്ടർ ശിഖ സുരേന്ദ്രനും അറിയിച്ചു. 6 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനത്തിന് സജ്ജമാക്കുന്നുണ്ട്. 31 പദ്ധതികൾക്കായി 157.15 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുണ്ട്. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 16 പേരുടെ കുടുംബങ്ങൾക്കുള്ള സർക്കാർ ധനസഹായം കൈമാറിയതായി കളക്ടർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാതല യോഗങ്ങൾ ചേരുന്നത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഡയറക്ടർ ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് JO അരുൺ, റവന്യൂ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി PK ജയശ്രീ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് M സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവരും പങ്കെടുത്തിരുന്നു. തെരുവുനായ പ്രശ്നത്തിനും പേവിഷബാധയ്ക്കും ശാശ്വത പരിഹാരം കാണാൻ വികാരപരമായ പ്രതികരണങ്ങൾക്കപ്പുറം ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ സമീപനം അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തെരുവുനായ നിയന്ത്രണവും പേവിഷബാധയും എന്ന വിഷയത്തിൽ കേരള വെറ്ററിനറി സർവകലാശാല സംഘടിപ്പിച്ച ചടങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ. നായയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും പരിസ്ഥിതിയും ഒരുമിച്ച് പരിഗണിക്കുന്ന വൺ ഹെൽത്ത് സമീപനത്തിലൂടെ മൃഗസംരക്ഷണ, ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഏകോപനത്തോടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ. വളർത്തുനായകളുടെ രജിസ്ട്രേഷൻ, ലൈസൻസിംഗ്, മൈക്രോഷിപ്പിംഗ്, വാക്സിനേഷൻ, വന്ധ്യംകരണം എന്നിവ കാര്യക്ഷമമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ഏകീകൃത ഡിജിറ്റൽ
പെറ്റ് മാനേജ്മെന്റ് സംവിധാനം വികസിപ്പിക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കും. 2030ഓടെ പേവിഷബാധ മൂലമുള്ള മനുഷ്യമരണങ്ങൾ പൂർണ്ണമായി ഉണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞു. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ അക്കര അധ്യക്ഷത വഹിച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ എസ് അനിൽ, ഡോക്ടർ സിന്ധു, സി ലത, ഡോക്ടർ കെ.ആർ. ബിനു പ്രശാന്ത്, ടി.എസ്. രാജീവ് എന്നിവർ സംസാരിച്ചു. രജിസ്ട്രാർ പ്രൊഫസർ സാബിൻ ജോർജ് സ്വാഗതവും അഹമ്മദ് പുന്നക്കൽ നന്ദിയും അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഓഗസ്റ്റ് 18 മുതൽ സമ്പൂർണ്ണ എക്സിം കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും രാജ്യത്തിന്റെ സമുദ്രമേഖലയിലും ചരിത്രപരമായ നാഴികക്കല്ലായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ എക്സിം പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കും. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റും സംഘടിപ്പിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കേരള സർക്കാർ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ സംയുക്ത പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിലെ അതിവേഗം വളരുന്ന കണ്ടെയ്നർ തുറമുഖങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. ലോകോത്തര മാരിടൈം ഹെബ് എന്ന ശേഷി വിഴിഞ്ഞം തുറമുഖം തെളിയിച്ചു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി എക്സിം സേവനങ്ങൾ ആരംഭിക്കുന്നതിലൂടെ വിഴിഞ്ഞം സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി കവാടമായി മാറും. തൊഴിലവസരങ്ങളും പുതിയ നിക്ഷേപങ്ങളും സൃഷ്ടിക്കപ്പെടും. എക്സിം പ്രവർത്തനങ്ങളുടെ തുടക്കം സംസ്ഥാന സർക്കാരിന്റെ ദീർഘകാല സമുദ്ര വികസന ദൌത്യമായ മിഷൻ സമുദ്രയുടെ സുപ്രധാന നാഴികക്കല്ലാകും. തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്സ്, നിർമ്മാണ മേഖല, ഉൾനാടൻ ജലഗതാഗതം, മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്നിവയെ സമന്വയിപ്പിച്ച് രാജ്യത്തെ പ്രമുഖ മാരിടൈം ലോജിസ്റ്റിക്സ് കേന്ദ്രമായി കേരളത്തെ മാറ്റുക എന്നതാണ് മിഷൻ സമുദ്രയുടെ ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ദക്ഷിണേഷ്യയിലെ ആദ്യ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖവുമായി വിഴിഞ്ഞം എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും ഒരുപോലെ സേവനം ലഭ്യമാക്കുന്നതും പൊതു ഉപയോഗത്തിനുള്ളതുമായ തുറമുഖമായി പ്രവർത്തനം തുടരും. ഇതോടെ ആഗോള മാരിടൈം വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടും. ഒരിടവേള കൂടി. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ഇസിജി ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക് വീണ്ടും. ദേശീയപാത മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പിന്നിൽ KSRTC ബസ്സിടിച്ച് യാത്രക്കാരായ 9 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ CTV ന്യൂസിന് ലഭിച്ചു. ശനിയാഴ്ച രാവിലെ 10:15ഓടെയായിരുന്നു സംഭവം. ചേർത്തലയിൽ നിന്ന് പഴനിക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറിക്ക് പിറകിൽ പോവുകയായിരുന്ന പിക്കപ്പ് വാൻ
അപ്രതീക്ഷിതമായി നിർത്തിയതോടെ പിന്നിൽ വന്ന ടോറസ് ലോറിയും പെട്ടെന്ന് നിർത്തിയതോടെ തൊട്ടുപുറകിലുണ്ടായിരുന്ന KSRTC ബസ് ടോറസ് ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 9 യാത്രക്കാരെ ഉടൻ തൃശൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസിൽ ഡ്രൈവറുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ബസിൽ 44 യാത്രക്കാർ ഉണ്ടായിരുന്നു. ബസിന്റെ മുൻഭാഗം തകർന്നു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ബാറിൽ നിന്ന് 85,400 രൂപ മോഷ്ടിച്ച കേസിൽ മുൻ അക്കൌണ്ടന്റിനെ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കല്ലട ഹോളിഡേ ഇൻ ബാറിൽ നിന്ന് 85,400 രൂപ മോഷ്ടിച്ച കേസിൽ ബാറിലെ മുൻ അക്കൌണ്ടന്റിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് മുതുപ്പല്ലൂർ ചെല്ലപ്പടി കൃപദാസാണ് പിടിയിലായത്. 3 മാസത്തോളം ബാറിൽ ജോലി ചെയ്ത ഇയാൾ മോഷണത്തിനു ശേഷം ഒളിവിൽ പോയി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപമുള്ള തിരുമുല്ലൈവായൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഷിബു, ജയകുമാർ, CPOമാരായ ഡാനിയേൽ, ഹരികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. വാഴാനിയിൽ പരേതനായ കാഞ്ഞിരശ്ശേരി മൂർത്താട്ടിൽ വേലുക്കുട്ടി മകൻ ജനാർദ്ദനൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജിജോ, ജിജിത എന്നിവർ മക്കളും രതീഷ് രാമൻകുട്ടി മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക ദിനം വിവിധ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തൃശൂർ കോർപ്പറേഷൻ വിദ്യാശ്രീ 2026 വിദ്യാഭ്യാസ അവാർഡ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു വന്ന വായനാ മാസാചരണം സമാപിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മണലിത്തറ ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.